ചില പുരുഷാരം യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് യേശുവിനോട് ചോദിച്ചു, ഗുരു, ഞങ്ങൾ ദൈവപ്രസാദം ഞങ്ങൾക്ക് കിട്ടേണ്ടതിന് ഞങ്ങൾ എന്ത് പ്രവൃത്തി ചെയ്യണം? മനുഷ്യർ ദൈവത്തിൻ്റെ പ്രസാദത്തിന് വേണ്ടിയിട്ട് പ്രവൃത്തി ചെയ്ത് പ്രസാദം നേടുവാൻ നടക്കുന്നവരാണ്. ചില മനുഷ്യരെ കൊന്നു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ പ്രസാദം കിട്ടുമെന്ന് ചിന്തിക്കുന്നവരുണ്ട്. ചിലർ ശരീരം മുഴുവനും കീറി മുറിച്ച് അവരുടെ മുഖത്തൊക്കെ തുളകളിട്ട് ഇങ്ങനെ ആചാരങ്ങളിൽ കൂടെ കടന്നു പോകുന്ന വ്യക്തികളുണ്ട്. ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ, ദൈവത്തെ എങ്ങനെ പ്രസാദിപ്പിക്കാൻ കഴിയുമെന്നുള്ളത്. ചിലർ ചിന്തിക്കുന്നത് മലകൾ കയറിയാൽ, നേർച്ച കാഴ്ചകൾ ചെയ്താൽ ഇതൊക്കെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുമെന്നാണ്. എന്നാൽ വിശുദ്ധ ബൈബിൾ പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു, ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല. ഇതൊന്നും കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല. ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിൻ്റെ ക്രിയ നടക്കുക എന്നുള്ളതാണ്. ഒരു വ്യക്തിയുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിൻ്റെ ക്രിയ വെളിപ്പെട്ടാൽ ആ വ്യക്തി ക്രിസ്തുവിനെ, യേശുവിനെ സ്നേഹിപ്പാനിടയായിത്തീരും, യേശുവിനെ അറിയുവാനിടയായിത്തീരും, യേശുവിനെ അനുഭവിപ്പാനിടയായിത്തീരും. യേശുവിനോട് കൂടെ ആയിരിക്കുന്നവന് മാത്രമേ യേശുവിനെ വിശ്വസിക്കുവാൻ കഴിയത്തുള്ളൂ. യേശുവിൽ വിശ്വസിക്കുന്നവന് മാത്രമേ ദൈവപ്രസാദം കിട്ടത്തുള്ളൂ. അപ്പോൾ അവൻ അയച്ചവനിൽ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ പ്രസാദം വാഴ്ത്തത്വമാണ്. ദൈവത്തിൻ്റെ പ്രസാദം ആ വ്യക്തിയുടെ മേൽ ഇറങ്ങി വരുന്നതായി കാണാൻ കഴിയും. ആ ദൈവത്തിൻ്റെ പ്രസാദം വ്യക്തിയുടെ മേൽ ഇറങ്ങി വരുമ്പോൾ അവനാൾ മാറിയ വ്യക്തിയായിത്തീരുന്നു. അപ്പോൾ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ തക്കവണ്ണം നീ നിന്റെ ശരീരത്തിൽ ഒന്നും ചെയ്യണ്ട, ശരീരത്തിൽ മാറ്റങ്ങൾ വരുത്തണ്ട, നിന്റെ ശരീരത്തിൽ ഈ പറയുന്നത് പോലെ നേർച്ച കാഴ്ചകൾ നീ കൊണ്ട് നടക്കണ്ട, മലകൾ കയറണ്ട. നീ ഒന്ന് മാത്രം ചെയ്താൽ മതി, ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ യേശുവിൽ വിശ്വസിച്ചാൽ മാത്രം മതി. യേശുവിൽ വിശ്വസിക്കുന്നവൻ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നു. അപ്പോൾ നിന്റെ അകത്ത് ആദ്യം സംഭവിക്കേണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ ചലനമാണ്, പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലാണ്. യേശു കർത്താവ് എന്നൊരുവൻ പറയണമെങ്കിൽ അവൻ്റെ അകത്ത് പരിശുദ്ധാത്മാവ് വരണം. പരിശുദ്ധാത്മാവ് അവൻ്റെ അകത്ത് വരാതെ യേശു കർത്താവ് എന്ന്